സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ജന്മനാ ഗുരുതര രോഗങ്ങൾ ബാധിച്ച 3 കുഞ്ഞുങ്ങൾ. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി സതീഷ് കുമാറും കുടുംബവുമാണ് വർഷങ്ങളായി ഈ ദുരിതക്കയത്തിൽ കഴിയുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക ഇവർക്ക് താങ്ങാനാകുന്നില്ല. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി സതീഷ് കുമാറും കുടുംബവുമാണ് വർഷങ്ങളായി ദുരിതക്കയത്തിൽ കഴിയുന്നത്. ഇവരുടെ 3 പെൺകുഞ്ഞുങ്ങളും ജന്മനാ രോഗബാധിതരാണ്. കൂലിപ്പണി വരുമാന മാർഗമായ ഇവർക്ക് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല. പതിനഞ്ച് വയസ്സുള്ള മൂത്ത മകൾ ബ്ലസ്സി 80% സെറിബ്രൽ പാൾസി രോഗബാധിതയാണ്. 15 വർഷമായി കിടപ്പിലാണ്. രണ്ടാമത്തെ മകൾ 6.5 വയസ്സുള്ള ഏഞ്ചലിന് 75% സെറിബ്രൽ പാൾസിക്കൊപ്പം ബ്രെയിൻ ട്യൂമറും തളർത്തിയിരിക്കുകയാണ്. 90% സെറിബ്രൽ പാൾസിക്കൊപ്പം 4.5 വയസ്സുള്ള മൂന്നാമത്തെ മകൾ സാറയ്ക്ക് മസ്കുലർ ഡിസ്ട്രോഫി കൂടി പിടിപെട്ടു. മക്കളുടെ രോഗാവസ്ഥയും തന്റെ ശാരീരിക ആവശ്യതകൾ കാരണവും ജോലിക്ക് പോലും പോകാനാകാതെ കഷ്ടപ്പെടുകയാണ് കൂലിപ്പണിക്കാരനായ സതീഷ്. 3 മക്കൾക്കും ജീവിതകാലം മുഴുവൻ ചികിത്സ വേണം. എന്നാൽ ഇതുവരെയുള്ള ചികിത്സയ്ക്കായി കടമെടുത്തതിനാൽ വൻ തുക കടബാധ്യതയുണ്ട് സതീഷിനും ഭാര്യ ബിൻസിക്കും. മരുന്നിനും ചികിത്സയ്ക്കുമായി കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ള ഈ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കുഞ്ഞിനിപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ മുടങ്ങിയിട്ട് 4 വർഷമായി. മൂത്ത ആളിന് സാമ്പത്തികമായിട്ട് ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷത്തോളം രൂപയാണ് അതിന് ചിലവ് വരുന്നത്. ആഴ്ചയിൽ മുന്നമ്മ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലായതുകൊണ്ട് എടുക്കുന്നില്ല. മേശരി പണിയാണ്. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരുന്നു. ഇതുവരെയും പ്രതികരണമൊന്നും വന്നിട്ടില്ല. സ്വന്തമായിട്ട് വീടില്ല. ബ്രദറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. ഈ കുഞ്ഞു മക്കളെ സഹായിക്കണം. നിസ്വരാണ്, നിരാലംബരായ മനുഷ്യരാണ്. മലയാളിക്കരയുടെ സഹായമില്ലാതെ ഒരടി പോലും മുന്നോട്ട് നടക്കാനാകാത്ത അവസ്ഥയിലാണ്. നിങ്ങളുടെ സഹായവും പ്രതീക്ഷിച്ച് ഇവർ ഇപ്പോഴും ഈ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ജിനുവിനൊപ്പം അജ്മൽ ദ 24 തിരുവനന്തപുരം.